സഹോദരങ്ങളെ, 23 കൊല്ലത്തെ ഉപദേശങ്ങളുണ്ട്. അതിൽ ആ മരിക്കുന്ന നിമിഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ചില ഉപദേശങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. മരണത്തിനു കാരണമായ രോഗം വന്നപ്പോ പ്രവാചകൻ കൊടുത്ത ഒന്നാമത്തെ ഉപദേശതാണ്, ജൂതനസാറാക്കളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവരവരുടെ നബിമാരുടെ, മറ്റു ചില റിപ്പോർട്ടുകളിൽ അവരിലെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി. സ്നേഹിക്കാൻ വേണ്ടി ദഫ് മുട്ടുന്നവർ ദഫ് മുട്ടി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാ പതാക ഉയർത്തി തുടങ്ങുന്നത്? അവസാന ദിവസം കൊടുത്ത ഉപദേശത്തെ, രോഗം വന്ന അന്ന് കൊടുത്ത ഉപദേശത്തെ ലംഘിച്ചുകൊണ്ട്. ചിന്തിക്കണം സഹോദരങ്ങളെ, മരിക്കുന്ന അവസാന സെക്കൻഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താ? സ്വഹാബിമാർ പറയുന്നുണ്ട്, ഹീന ഹദറത്തുൽ വഫാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ ആ സമയമായപ്പോ വഹുവ യുഗർദിറു ബിനഫ്സിഹി, മനസ്സിലെന്തോ പ്രവാചകൻ മന്ത്രിക്കുന്നുണ്ട്, പുറത്തേക്ക് വരുന്നില്ല. കാതുകൂർപ്പിച്ചവർ കേട്ടത് എന്താണ്? അസ്വലാ വമാ മലകത് ഐമാനുകും, മനുഷ്യരെ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണേ. സ്നേഹിക്കുന്ന, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജാഥ പോകുന്ന, റാലി പോകുന്ന ദിവസം സുബഹുണ്ടോ, ളുഹറുണ്ടോ, അസറുണ്ടോ, അല്ലാത്ത ദിവസങ്ങളിലുണ്ടോ? ഈ കൂടിയിരിക്കുന്ന നമുക്കുണ്ടോ?